ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് തന്നെയാണ്. ഇന്ന് വന്നിരിക്കുന്ന ജോബ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതെന്ന് പറയുന്നത് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് വഴിയുള്ള ഒരു എൻട്രി സ്കീമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് നോർമലി ചില ഫീൽഡുകളിലൊക്കെ ചില സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് ഡയറക്റ്റ് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ആയിട്ട് തന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. റിലീസ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ. അതായത് നിങ്ങൾക്ക് എക്സാം എഴുതാതെ തന്നെ സ്പോർട്സ് കോട്ട വഴിയുള്ള റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ടാണ്. ബാക്കിയുള്ള ഫിസിക്കൽ മെഡിക്കൽ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഇവിടെ വരുന്നത്, സ്പോർട്സ് എൻ്റെ രീതിയിലായതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു സ്പോർട്സ് ചാമ്പ്യനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ. സ്പോർട്സിന് ഇത്രയും നാഷണൽ ലെവലിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്റർനാഷണൽ ലെവലിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ചാൻസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനെ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് വിളിച്ചിട്ടുള്ളത് കോൺസ്റ്റബിൾ GD മെയിൽ ഫീമെയിൽ കേട്ടോ. എന്താണ് മെയിലും ഫീമെയിലും ജനറൽ ഡ്യൂട്ടിയാണ്. കോൺസ്റ്റബിളിന്റെ ജനറൽ ഡ്യൂട്ടി BSF വരുന്ന ഡ്യൂട്ടിയാണ് കേട്ടോ. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നോർമലി ഇന്ത്യൻ ആർമിയിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സിൻ്റെയും കൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. എല്ലാവരും ഒരുപാട് കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതിന് സെപ്പറേറ്റ് ഒരു ക്രൈറ്റീരിയ ആണല്ലോ. ഭയങ്കരമായിട്ട് നിങ്ങൾ എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി എപ്പോഴെങ്കിലും ഒരു എഫേർട്ടിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിക്കുക. റിട്ടേൺ എക്സാമിനേഷൻ ഇല്ല, ഫിസിക്കലാണ്. ഫിസിക്കലിൻ്റെ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. നിങ്ങളുടെ ഐറ്റം അനുസരിച്ചിട്ടായിരിക്കും ഏതാണോ നിങ്ങളുടെ മെയിൻ സ്പോർട്സ് ഇവൻ്റ് എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ മാർക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി എന്താണെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് BSF സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് 2024 ഫോർ ദ പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ. ഇന്ന് വിളിച്ചിരിക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. യൂണിഫോം പോസ്റ്റ് ആണ്. ഓൺ 21 നവംബർ 2024. ഈ മാസം 21 വന്ന നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. ഈ മാസം 21 വന്ന ഈ മാസമല്ല, കഴിഞ്ഞ മാസം 21 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇപ്പം എന്താണത്, അതിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഡിസംബറിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. 275 വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. 275 വേക്കൻസീസ് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫീമെയിൽ ആൻഡ് മെയിൽ അത്ലറ്റ്സിനെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. എന്ത് ഫോഴ്സിലേക്കാണ്? പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാലോ BSF എന്ന് പറയുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ്. ഡയറക്റ്റ് ഇന്ത്യൻ ആർമി എന്ന് പറയാതെ പാരാമിലിറ്ററിയിൽ വേണ്ടിയുള്ള സെക്യൂരിറ്റി ഗാർഡിംഗ് പോസ്റ്റ് പോലത്തെ പോസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 275 വാക്കൻസി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ 275 വാക്കൻസി വിളിച്ചിരിക്കുന്നത് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിക്കാണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. എന്താണ്? 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് ചോദിക്കുന്നത്. 10th പാസ്സാണോ നിങ്ങൾക്ക് ജനറൽ ഡ്യൂട്ടിയിൽ കോൺസ്റ്റബിൾ ആവാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്കറിയാം BSFിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതേണ്ട മെയിൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ SSC GD എന്ന് പറയുന്നത് SSCയിൽ വരുന്ന സ്റ്റാഫ് സെലക്ഷനിൽ വരുന്ന ഒരു എക്സാമിനേഷനാണ് SSC GD. അതിലൂടെ മാത്രമേ നമുക്ക് റിട്ടൺ എക്സാം ക്വാളിഫൈ ചെയ്ത് ഫിസിക്കൽ വഴി കയറാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, സ്പോർട്സ് കോട്ടയുടെ ഇതായതുകൊണ്ട് നിങ്ങൾക്ക് സ്പോർട്സിൻ്റെ കാര്യങ്ങൾ മാത്രം ഇവിടെ എന്ത് ചെയ്താൽ മതി, വേണമെന്നുള്ളൂ. നവംബർ 21 വന്ന ആപ്ലിക്കേഷനാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 1 അവസാനിക്കുന്നത് ഡിസംബർ 30 കേട്ടോ. ഡിസംബർ 30 വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. ഡിസംബർ 1 തുടങ്ങി ഡിസംബർ 30 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈമുണ്ട്. നിങ്ങൾ ചെല്ലേണ്ട വെബ്സൈറ്റ് ഏതാണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി. നിങ്ങൾ സ്പോർട്സിലൊരു പേഴ്സൺ ആണെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം BSF.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറുമ്പം തന്നെ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ഓപ്പണിങ്സ് കാണിക്കും. അതിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈസി ടാസ്ക് ആണ്. ഇനി അടുത്ത് ഏജ് ലിമിറ്റ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇനി എന്തൊക്കെയാണ് കണ്ടീഷൻ എന്നുണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് വിളിക്കുമ്പോൾ നോർമലി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പോലുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്ന ഏജ് ലിമിറ്റ്, ഈ പറയുന്ന സ്പോർട്സിൻ്റെ അച്ചീവ്മെന്റ്സ്, അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, 18 to 23 ഇയേഴ്സ് വരെ കുഞ്ഞു കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ് യോഗ്യത ആയതുകൊണ്ട് തന്നെ 18 to 23 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് ആണെങ്കിൽ 5 വർഷത്തിന്റെ റിലാക്സേഷൻ, 23+5 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 3 വയസ്സും കൂടെ 26 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പോൾ 18 to 23 വരെ ഉള്ളവർക്കാണ് ഏജ് ലിമിറ്റിൽ വരുന്നത് കേട്ടോ. ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി സ്പോർട്സ് അച്ചീവ്മെന്റ്സ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ. കാരണം ഇവർ റിട്ടേൺ എക്സാമിനേഷൻ ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയായിരിക്കും നിങ്ങളെ ക്വാളിഫൈ ചെയ്യുന്നത്, നിങ്ങളുടെ മാർക്കിംഗ് അടിസ്ഥാനത്താണ്. നിങ്ങൾക്ക് കിട്ടിയ മെഡലിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാർട്ടിസിപ്പേറ്റഡ്
പാർട്ടിസിപ്പേറ്റ് എങ്കിലും ചെയ്തിരിക്കണം എന്തിലെ ഓൺ മെഡൽസ് ഓർ എന്ത് ചെയ്യണം മെഡൽസ് ഓൺ ചെയ്തിരിക്കും എങ്ങനെ ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ സ്പോർട്സ് ഇവന്റിൽ ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ സ്പോർട്സ് ഇവന്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം ഈ ഒരു സ്പോർട്സ് കോട്ട ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് എങ്കിലും ചെയ്താൽ മതി ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ഇവന്റ്സിൽ. അതിനെല്ലാത്തിനും സ്കോർ ഉണ്ട്. ഈ ഒരു സ്കോർ ലെവൽ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് വരുന്നത്, നിങ്ങൾക്ക് അടുത്ത പ്രോസസ്സിലേക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പോർട്സ് അച്ചീവ്മെന്റ് ആണ് എടുക്കുന്നത്. ആ സ്പോർട്സ് അച്ചീവ്മെന്റ് എടുത്ത് വെച്ചിട്ട് അവരൊരു മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് അത് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫോർ ദ പാസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലായിരിക്കണം കേട്ടോ, അല്ലാതെ ഒരുപാട് നാളുകൾക്ക് ചെയ്ത അല്ല. കഴിഞ്ഞ പ്രീവിയസ് ഒരു 2 ഇയേഴ്സ് ബാക്കിന് നിങ്ങൾ എന്ത് ചെയ്തേക്കണം, ഒന്നീ നിങ്ങൾ ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ എന്ത് ചെയ്യിക്കണം ജയിച്ചിരിക്കണം. ആ ഒരു കണ്ടീഷനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കണ്ടീഷനിൽ ഈ കാണുന്ന ഇതാണ് നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. സെലക്ഷൻ പ്രൊസീജിയർ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്താണ് BSF സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെന്റ്സിന്റെ ബേസിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം എന്തിലേക്ക് വിളിക്കും, നിങ്ങളെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ഐറ്റത്തിലാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പം ഒരുപാട് ഐറ്റംസ് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, അതെല്ലാം കാണിച്ചു തരാം. ആ ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഒന്നി അത് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ മെഷർമെന്റ്സ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് പറയുന്നത്. ഹൈറ്റ് മെയിലിനാണെങ്കിൽ 170 സെന്റിമീറ്റർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഹൈറ്റ് ഫീമെയിലിനാണെങ്കിൽ 157 സെന്റിമീറ്റർ ആണ്. പിന്നെ SC ST കാര്യം നോർത്ത് ഈസ്റ്റേൺ റീജിയന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കാരണം നോർത്ത് ഈസ്റ്റേൺ മാത്രം, അല്ലാതെ ജനറൽ എല്ലാ പേരും നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ പേർക്കും OBC SC ST എല്ലാ പേർക്കും ഹൈറ്റ് എന്ന് പറയുന്നത് മെയിൽ കാൻഡിഡേറ്റ്സ് 170, ഫീമെയിലിനാണെങ്കിൽ 157 പക്കയായിട്ട് പറയുന്നുണ്ട്. മെയിലിനാണെങ്കിൽ 80-85 എന്ന് പറയുന്ന ചെസ്റ്റ് എക്സ്പാൻഷനും പറയുന്നുണ്ട്. ആ കാര്യം മസ്റ്റാണ്. അതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുള്ള പ്രോബ്ലംസ്, എന്തായാലും സ്പോർട്സ് ഇവന്റ്സിന് ആയതുകൊണ്ടാണ്, സ്പോർട്സ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. മെഡിക്കൽ ഉണ്ട്. അത് കഴിഞ്ഞ് എന്താണ് നിങ്ങളുടെ സ്പോർട്സ് പെർഫോമൻസ് ഇവാലുവേഷൻ. പിന്നെ നിങ്ങളുടെ ഓരോ മാർക്ക് ഷീറ്റ് ഒക്കെ എടുത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും ഡോക്യുമെന്റ്, കാരണം ഒരുപാട് കാൻഡിഡേറ്റ്സ് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇവാലുവേഷൻ കൂടെ നടത്തും നിങ്ങളുടെ മാർക്കിംഗ് അനുസരിച്ച്. മാർക്ക് അസൈൻഡ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് സ്പോർട്സ് അച്ചീവ്മെന്റ്. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, റിക്രൂട്ട്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യും പാസ് ആവുമോ എന്നുള്ളൊരു കാര്യമാണ്. അവസാനം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. അപ്പോൾ ഇത്രയാണ് സ്റ്റേജസ് വരുന്നത്. ഇനി വരുന്ന മാർക്കിംഗ് പട്ടിക എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ ദ സ്പോർട്സ് അച്ചീവ്മെന്റ്സ്. അതായത് ഇപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എങ്ങനെ അടിസ്ഥാനപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇത് കണ്ടോ, ഗോൾഡ് മെഡൽ, നിങ്ങൾക്ക് ഒളിമ്പിക്സിലൊക്കെ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 മാർക്ക്. അങ്ങനെ കിട്ടുന്നത് വളരെ അപൂർവമാണ് അല്ലേ നമുക്കൊക്കെ. എന്തായാലും നിങ്ങൾ ആലോചിക്കുക, ഒളിമ്പിക്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. 96 സിൽവർ മെഡലിന്, ബ്രോൺസിന് 92, അങ്ങനെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും ആ ഓർഡർ അവർ ആ ഷോർട്ട് ലിസ്റ്റിംഗ് ഇടുന്നത്. ഫസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഒളിമ്പിക്സിൽ പങ്കെടുത്തവർക്കായിരിക്കും, പങ്കെടുത്തവർക്ക് പോലും 80 മാർക്കുണ്ട്. അപ്പോൾ പങ്കെടുത്തവർക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ പട്ടിക ഇടും. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, വേൾഡ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നിങ്ങൾ ഗോൾഡ് മെഡൽ കിട്ടിയെങ്കിൽ 90, സിൽവർ ആണെങ്കിൽ 86, ബ്രോൺസ് 82, പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ 70 മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഏതൊക്കെയുണ്ട്, നാഷണൽ ഗെയിംസ് ഉണ്ട്, ഏഷ്യൻ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട്. ഇത്രയും ഗെയിംസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ഇവന്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് നാഷണൽ ഗെയിംസ്, അത്യാവശ്യം നാഷണലിനെങ്കിൽ എത്രയാണ്, ഗോൾഡിന് 30, സിൽവറിന് 26, ബ്രോൺസിന് 22. പാർട്ടിസിപ്പേഷന് പ്രത്യേകിച്ച് മാർക്കൊന്നും നാഷണൽ ലെവലിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് വരുന്നത്. നമുക്ക് നാഷണൽ ഗെയിംസിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, പാർട്ടിസിപ്പേറ്റ് അല്ല എന്തെങ്കിലും ജയിച്ചിട്ടുണ്ടോ, അത് കഴിഞ്ഞ് ഏഷ്യൻ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ്, അത് കഴിഞ്ഞ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഒളിമ്പിക്സ്. ഈ ഒരു പട്ടികയിലായിരിക്കും നിങ്ങളുടെ മാർക്കിംഗ് വരുന്നത് കേട്ടോ. മാർക്ക് സിസ്റ്റം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇവന്റ്സിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ബേസിസിലായിരിക്കും. അപ്പം ഈ ഒരു മാർക്കിംഗ് പട്ടിക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിംഗ് വരുന്നത് തന്നെ ഇതിൻ്റെ ബേസിസിലായിരിക്കും. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒളിമ്പിക്സിന് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടിയവരായിരിക്കും ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം താഴെ വരും. പിന്നെ ഇത്രയും ആൾക്കാരെന്താണ് വളരെ കുറവായിരിക്കും ചിലപ്പോൾ. നമ്മുടെ ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നവർ കുറവായിരിക്കാം BSFനൊക്കെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇവന്റ്സ് എന്ന് ജസ്റ്റ് ഒന്ന്, ഡിസിപ്ലിൻ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവന്റ് മെന്നിനും വിമണിനും ഉണ്ട് കേട്ടോ, മെൻ ആൻഡ് വിമണിനും ഉണ്ട്. ഏതൊക്കെയാണ് ഇവന്റ്സ് എന്ന് വെച്ചാൽ ആർച്ചറി ഉണ്ട്,
അത്ലറ്റിക്സിൽ അതായത് ഈ പാർട്ടിസിപ്പേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട് മാർക്ക് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ്. ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിൻ്റൺ ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട്, ഡൈവിംഗ് ഉണ്ട്, വാട്ടർ പോളോ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്. ഇതിപ്പോൾ കണ്ടോ, ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലേയേഴ്സ് എന്താണ് മിക്സഡ് ഇവൻ്റ് ആണ്. ആ മിക്സഡ് ഇവൻ്റ് ആയാലും വിമൻസിനെയും ആരെ എടുക്കുന്നുണ്ട്, മെയിൽ കാൻഡിഡേറ്റ്സിനെയും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും മെഡൽസ് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നോക്കുക, വാട്ടർ ബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്, ഇവൻ സൈക്ലിംഗ് ഉണ്ട്, റോഡ് ആൻഡ് ട്രാക്ക് ഇവൻറ്റ്സ്, അതിൻ്റെയൊക്കെ ഓരോ വാക്കൻസീസും കൊടുത്തിട്ടുണ്ട്. ഇത്ര വാക്കൻസീസ് ആണ് വരുന്നത്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് മെഡൽ കിട്ടിയിട്ടുണ്ടോ ഇതിലേതിലെങ്കിലും ഇവൻറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ക്രോസ് കൺട്രി, ഇക്വസ്ട്രിയൻ, ഫുട്ബോൾ, ജിംനാസ്റ്റിക്സ്, ഹാൻഡ് ബോൾ, ഹോക്കി, ഏകദേശം എല്ലാ ഗെയിമും ഉണ്ട്. ജൂഡോ ഉണ്ട്, കരാട്ടെ ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഫീമെയിലിനും ഉണ്ട്, മെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട് കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഇവൻറ്റ്സിന് പോയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. വാട്ടർ സ്പോർട്സ്, കയാക്ക്, റോയിങ് എല്ലാം ഉണ്ട്. വോളിബോൾ ഉണ്ട്, വെയിറ്റ് ലിഫ്റ്റിംഗ് ഉണ്ട്, റെസ്ലിംഗ് ഉണ്ട്, ഷൂട്ടിങ്, വുഷു വരെ ഉണ്ട്, ഫെൻസിങ്, തെക്വാണ്ടോ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഇവൻറ്റ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെഡലോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് ഒരു ചാൻസ് ആയിട്ട് എന്ത് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് തരുന്ന ഒരു ജോബാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതല്ലെങ്കിൽ മറ്റൊരു ചാൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും ഇങ്ങനത്തെ സ്പോർട്സ് കോട്ട വഴി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ജോബ് റിക്രൂട്ട്മെൻറ്റ് വിളിക്കാറുണ്ടെന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ പേ സ്കെയിൽ എത്രയാണ്, ലെവൽ 3 ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ലെവൽ 3 ആണ്. അത് എത്രയാണ്, 21,000 to 69,000 വരെ ഉള്ള ഇതാണ്. ഇതിലൊക്കെ നിങ്ങൾ ജോലിക്ക് കയറിയാൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കളി എന്ന് വെച്ചാൽ ഈ സ്പോർട്സ് ഇവൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ 21,000 തൊട്ട് 69,000 എന്ന് പറഞ്ഞാൽ അത്രയിൽ ഒതുങ്ങത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അലവൻസും കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം 70,000 എബോവ് തന്നെ ആയിരിക്കും സാലറി വരുന്നത്. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ. ആപ്ലിക്കേഷൻ ഫീസ് കണ്ടോ, 147 രൂപയാണ് അവർ പറയുന്നത് കേട്ടോ. 147 രൂപയാണ്. UR OBC EWS കാൻഡിഡേറ്റ് പറഞ്ഞാൽ SC ST ക്കൊന്നും എന്തില്ല, പൈസയില്ല, 0 ആണ്, നോ ഫീസാണ്. ഓക്കെ, ആ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക. ഇനി വെബ്സൈറ്റിൻ്റെ കാര്യമാണെങ്കിൽ www.bsf.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഓപ്പണിങ്സ് എന്ന് പറഞ്ഞ് കാണും. അതിൽ കയറി തന്നെ സ്പോർട്സിൻ്റെ അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഫീസ് 147 രൂപയാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാക്കുക, സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സ്പോർട്സിന് ഇവന്റിന് വേണ്ടിയുള്ള, സ്പോർട്സ് പാർട്ടിസിപ്പേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ എന്താണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും നടത്തുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങളിൽ ആരെങ്കിലും സ്പോർട്സ് പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.